നമസ്കാരം. നമസ്കാരം. കേരളത്തിൽ പുതിയ ഒരു പാർട്ടി കൂടെ വരാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത്. ആ പാർട്ടിയുടെ പിന്നിൽ പിണറായിയുടെ ബുദ്ധിയാണ് ഉള്ളത്. പാർട്ടി മറ്റൊന്നുമല്ല, കേരള കോൺഗ്രസ് റോഷി അഗസ്റ്റിൻ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ പുതിയൊരു പാർട്ടി കൂടി കേരള കോൺഗ്രസ് വരും. ഇതിനുള്ള രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് ഞാൻ പറയാം. ആന്റണി രാജു എന്ന് പറയുന്ന കേരള കോൺഗ്രസിൻ്റെ നിന്ന് ജോസഫ് സാറിൻ്റെ മാനസപുത്രനായി നിൽക്കുകയും ഒരു പ്രത്യേക ഘട്ടം വന്നപ്പോൾ മന്ത്രിസ്ഥാനമൊന്നും കിട്ടാത്തത് കൊണ്ട് ജോസഫ് ഗ്രൂപ്പിൽ നിന്നാൽ ഇനി മന്ത്രിയൊന്നും ആകാൻ പറ്റില്ല, കാര്യം ജോസഫ് സാറിൻ്റെ കാലം കഴിഞ്ഞാലും മോൻസ് ജോസഫൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് ചാടി നേരെ പുതിയൊരു പാർട്ടി ഉണ്ടാക്കി. അതിലൂടെ പിന്നെ ഇതിലേക്ക് പോയി, ഏതിലേക്ക് പോയി, പിന്നെ മന്ത്രിസ്ഥാനത്തിലേക്ക് പോയി. 2.5 വർഷം മന്ത്രിയായി. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ MLA സ്ഥാനത്ത് പോലും തുടരാൻ കഴിയാത്ത രീതിയിൽ കേസ് വന്നു. അങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ആന്റണി രാജുവിൻ്റെ കേരള കോൺഗ്രസ് തളർന്നു നിൽക്കുന്നു. സ്കറിയ തോമസിൻ്റെ കേരള കോൺഗ്രസും തളർന്നു നിൽക്കുന്നു. ഇവർ രണ്ടും LDFിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രണ്ട് കേരള കോൺഗ്രസുകളാണ്. ഇവിടെയാണ് പിണറായിയുടെ പുതിയ ബുദ്ധി വരുന്നത്. എന്തുകൊണ്ട് റോഷി അഗസ്റ്റിനെ എന്തായാലും UDFിലേക്ക് പോകാൻ ഇന്നല്ലെങ്കിൽ നാളെ UDFിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ജോസ് കെ മാണി പോകാൻ സാധ്യതയുണ്ട്. കാരണം ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ഭാവി ഇനി LDFിൽ അധികകാലമില്ല. അപ്പോൾ റോഷി അഗസ്റ്റിനെ പിന്തിരിപ്പിച്ചുകൊണ്ട് റോഷി അഗസ്റ്റിൻ നേതൃത്വത്തിലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ഇടുക്കിയിലും തൊടുപുഴയിലും കോട്ടയത്തും വലിയൊരു ഭിന്നിപ്പുണ്ടാക്കി. ആന്റണി രാജുവിനെയും സ്കറിയ തോമസിനെയും അവരുടെ കേരള കോൺഗ്രസുകളെയും റോഷി അഗസ്റ്റിൻ്റെ കേരള കോൺഗ്രസിനെയും കൂടി ഒന്നിപ്പിച്ചുകൊണ്ട് പുതിയൊരു ഇടതുപക്ഷത്തോടെ എല്ലാ കാലത്തും നിൽക്കുന്ന ഒരു കേരള കോൺഗ്രസിനെ സൃഷ്ടിച്ചെടുക്കാനുള്ള പിണറായി ബുദ്ധി വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു. അതിൽ നിന്ന് റോഷിക്ക് ഊരാൻ കഴിയില്ല. കാരണം മുഖ്യമന്ത്രിയുടെ കക്ഷത്താണ് ജലവകുപ്പ് മന്ത്രി ഇരിക്കുന്നത്. അതിൻ്റെ കാരണം എന്തെന്നുള്ളത് മാത്രമാണ് നമുക്ക് ഇതുവരെ അതിൻ്റെ വിവരം സെക്രട്ടേറിയറ്റിൽ നിന്ന് കിട്ടിയിട്ടില്ല. എന്തോ കാരണമുണ്ട്, ഏതോ ഫയലിൻ്റെയോ അല്ലാതെ എന്തോ ഒരു കൂട്ടുകച്ചവടം ഉണ്ട്. എന്തായാലും റോഷി അഗസ്റ്റിനെ ഭീഷണിപ്പെടുത്തി വച്ചിരിക്കുകയാണ് പിണറായി വിജയൻ. അതിലൂടെ രണ്ടാകും. ഇതിൻ്റെ സൂചനകളാണ് പാലായിൽ ജോസ് കെ മാണി മത്സരിക്കുമെന്ന് റോഷി പറയുന്നത്. എന്തിനാണ് മത്സരിക്കുമെന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ, പാലായിൽ ജോസ് കെ മാണിയെ മത്സരിപ്പിക്കുകയും ഇന്നത്തെ ട്രെൻഡിൽ മാണി സി കാപ്പനോടൊപ്പം ഒരിക്കൽ കൂടി തോക്കുകയും ചെയ്താൽ സ്വാഭാവികമായിട്ട് MP സ്ഥാനവും പോകും. കാരണം രാജ്യസഭ MP സ്ഥാനവും പോകും. സ്വാഭാവികമായിട്ട് MLA സ്ഥാനവും പോകും. അങ്ങനെ MLA സ്ഥാനം പോയാൽ ജോസ് കെ മാണിയുടെ പൊളിറ്റിക്കൽ കരിയർ തീർന്നു. അവിടെ റോഷി അഗസ്റ്റിനെ ഫിറ്റ് ചെയ്യുക. ഇതിൽ രണ്ടുദ്ദേശം പിണറായിക്കുണ്ട്. ഇതിൻ്റെ ഈ തിരക്കഥയുടെ പിന്നിൽ AKG സെൻ്ററാണ്, അല്ലെങ്കിൽ പിണറായി വിജയനാണ്, ഗോവിന്ദൻ മാഷാണ്. അതായത് ഒന്നുകിൽ ജോസ് കെ മാണിയെ വീണ്ടും മത്സരിപ്പിച്ച് തളർത്തി അദ്ദേഹത്തെ മാറ്റി റോഷിയെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ ചെയർമാൻഷിപ്പിലേക്ക് അല്ലെങ്കിൽ നേതൃത്വ രംഗത്തേക്ക് റോഷിയെ കൊണ്ടുവരിക. അതിനെന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ റോഷിയുടെ നേതൃത്വത്തിൽ പുതിയ പാർട്ടി രൂപീകരിക്കുക. ഇതാണ് കേരള രാഷ്ട്രീയത്തിൽ വരാൻ പോകുന്ന കേരള കോൺഗ്രസിൻ്റെ പുതിയ രാഷ്ട്രീയം. ഇത് സംഭവിച്ചിരിക്കും. കാരണം ഇത് സംഭവിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അതിനുള്ള ചരട് വലികൾ എല്ലാ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. അച്ഛന്മാരിലും പിതാക്കന്മാരിലും ഒരു വിഭാഗം ആളുകൾ പിണറായി വിജയനോടൊപ്പം നല്ല താല്പര്യമുള്ള, വ്യക്തിപരമായി പോലും അടുപ്പമുള്ള, CPMനോട് നല്ല താല്പര്യമുള്ള ക്രിസ്തീയ വിഭാഗത്തിൽ കുറച്ച് പേരുണ്ട്. അവരുടെ കൂടി മൗന അനുവാദത്തോടു കൂടി, അവരുടെ ആശീർവാദത്തോടു കൂടി, അംഗീകാരത്തോടു കൂടി റോഷി അഗസ്റ്റിൻ്റെ പുതിയ പാർട്ടി വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അല്ലെങ്കിൽ ജോസ് കെ മാണിയെ മത്സരിപ്പിച്ച് തോൽപ്പിച്ച് ജോസ് കെ മാണി രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കി ആ നേതൃത്വത്തിലേക്ക് റോഷി വരാനുള്ള സാധ്യതയും ചെറുതല്ല, വളരെ വലുതാണ്. ഇനി ജോസ് കെ മാണി മത്സരിക്കുമെന്ന് ജോസ് കെ മാണി അല്ല പറയുന്നത്. ഒരു പ്രാവശ്യം റോഷി ഒരു മീറ്റിങ്ങിൽ വെച്ച് ജോസ് കെ മാണിയോട് പത്രക്കാർ ചോദിച്ചു പാലായിൽ മത്സരിച്ച് അത് ഞാനല്ല, പാർട്ടിയാണ് തീരുമാനിക്കുന്നത് പറയുമ്പോൾ ഉടനെ മൈക്ക് പിടിച്ച് വാങ്ങിച്ച് റോഷി പറഞ്ഞു അല്ല, മത്സരിക്കും ജോസ് കെ മാണി. അപ്പോഴും ജോസ് കെ മാണി നിഷേധിച്ചു. ഓക്കെ, ഒരു പ്രാവശ്യം നിഷേധിച്ചു. പിന്നെ ഇത് തുടർച്ചയായി അവർ പറയുകയാണ്, അവർ മാനസികമായി അകലുകയാണ്. റോഷി അഗസ്റ്റിൻ തുടർച്ചയായി പറയുന്നു ജോസ് കെ മാണി മത്സരിച്ചേ പറ്റൂ, നിങ്ങൾക്കൊരു പാർട്ടിയില്ലേ, ഒരു ഹൈപ്പവർ കമ്മിറ്റിയില്ലേ, നിങ്ങൾ ഉന്നതാധികാര സമിതിയില്ലേ, നിങ്ങൾ അതല്ലേ തീരുമാനിക്കുന്നല്ലേ റോഷി പറയേണ്ടതല്ല. ഒരു കൺഫ്യൂഷൻ കേരള കോൺഗ്രസിനകത്ത് സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ പ്രവർത്തനങ്ങൾ റോഷി ചെയ്യുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞതാണ് അജണ്ട. ഇടതുപക്ഷത്തോടൊപ്പം തന്നെ നിൽക്കണം എന്നുള്ള ഇടതുപക്ഷത്തിൻ്റെ വലിയൊരു അജണ്ട. അതിൽ റോഷി പിളർന്നു വന്നാലും കുഴപ്പമില്ല. കേരള കോൺഗ്രസ് മറ്റൊരു കാര്യം കൂടെയുണ്ട്. ജോസഫ് സാറിനെ സംബന്ധിച്ചിടത്തോളം സാർ വളരെ സീനിയറാണ്. ഇനി എത്ര കാലം സാറിന് രാഷ്ട്രീയ രംഗത്ത് തുടരാൻ കഴിയും, അല്ലെങ്കിൽ സജീവ പാർലമെൻറ്റ് രംഗത്തൊക്കെ തുടരാൻ കഴിയുമെന്നറിയില്ല.
അപ്പോൾ അവിടെയെല്ലാം വരുന്ന കുറച്ചുകൂടെ വരുന്ന ചില സ്പേസുകൾ ഉണ്ടായി വരും. സ്വാഭാവികമായിട്ട് കുറേ സ്പേസ് ഉണ്ടായി വരും. ആ സ്പേസിൽ റോഷിയെ ഫിറ്റ് ചെയ്ത്, റോഷി കുറച്ചുകൂടെ ചെറുപ്പമാണ്, റോഷിയെ ഫിറ്റ് ചെയ്ത് ഒരു ഇടതുപക്ഷത്തിനോടൊപ്പം എല്ലാ കാലവും നിൽക്കുന്ന, കറക്റ്റായിട്ട് നിൽക്കുന്ന CPI പോലുള്ള ഒരു ഘടകകക്ഷിയാക്കി മാറ്റി, ആട്ടിയാലും തുപ്പിയാലും ചവിട്ടിയാലും കൊന്നാലും പോകാത്ത രീതിയിൽ. CPI ഒക്കെ അങ്ങനെയാണല്ലോ, അവരെ ചവിട്ടും കൊല്ലും, അവരെ AESFനെ അടിക്കും, IYFകാരെ കുത്തും കൊല്ലും, എന്നാലും അവർ പോകില്ല. കാരണം എത്ര പോയാലും ഇവിടെ പിടിച്ചു തൂങ്ങി തന്നെ കിടക്കും ഇടതുപക്ഷം എന്ന് പറയും. അതുകൊണ്ട് അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് റോഷിയെ പരുവപ്പെടുത്തിയെടുത്ത് കഴിഞ്ഞു. ഇനി റോഷിക്ക് ഒന്നും ചെയ്യാനില്ല. റോഷി നിന്ന് കൊടുക്കുക, ബാക്കിയെല്ലാം CPM ചെയ്തോളും. ഇനി തീർച്ചയായിട്ടും റോഷി അഗസ്റ്റിൻ്റെ പുതിയ പാർട്ടി കേരളത്തിൽ വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അല്ലെങ്കിൽ ജോസ് കെ മാണിയെ കടത്തിയിട്ട് ജോസ് കെ മാണിയുടെ പാർട്ടിയുടെ തലപ്പത്ത് വരാനുള്ള സാധ്യത. എന്തായാലും അജണ്ട റെഡി, ഇനി സിദ്ധാന്തം റെഡി, ഇനി പ്രയോഗം മാത്രം വന്നാൽ മതി. അത് ഈ തെരഞ്ഞെടുപ്പോടുകൂടി കേരള രാഷ്ട്രീയം കാണാൻ പോവുകയാണ്. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിന് എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായാൽ, അതിൽ സമയം 2 മാസം ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടായാലും, വരുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് വളരെ കൃത്യമായി ഈ അജണ്ട കേരളത്തിൽ നടപ്പിലായിരിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ രാഷ്ട്രീയ ഡെസ്ക് പറയുന്ന, വിശകലനം നടത്തുന്നവർ നമുക്ക് തരുന്ന വിവരം. കേരള കോൺഗ്രസ് രണ്ടാകും. റോഷിയെ അതിൻ്റെ മുന്നിൽ നിർത്തും. ഒന്നുകിൽ കേരള കോൺഗ്രസിൻ്റെ മുന്നിൽ റോഷിയെ കൊണ്ടുവരും, അല്ലെങ്കിൽ റോഷിയുടെ നേതൃത്വത്തിൽ, റോഷി അഗസ്റ്റിൻ്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് റോഷി എന്ന് പറയുന്ന എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാകും. ഇനി സ്വതന്ത്ര കേരള കോൺഗ്രസ് എന്നോ, ചിലപ്പോൾ പേരൊക്കെ വേറെ ആയിരിക്കും, വേറെന്തെങ്കിലും ഒരു പേര് കൂടി കേരള കോൺഗ്രസ് എന്ന് കാണും. അതോടൊപ്പം മറ്റെന്തെങ്കിലും ഒരു പേര് കൂടി വച്ചുകൊണ്ട് ആൻ്റണി രാജീവിനെയും സ്കറിയ തോമസിനെയും എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കുന്ന സംഘടിതമായിട്ടുള്ള ഒരു കേരള കോൺഗ്രസ്, എല്ലാ കാലത്തേക്കും LDFനോടൊപ്പം നിൽക്കുന്ന ഒരു കേരള കോൺഗ്രസ് വരാനുള്ള എല്ലാ സാധ്യതയുമാണ് ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ കാണുന്നത്. അപ്പോഴും നഷ്ടം വരാൻ പോകുന്നത് ജോസ് കെ മാണിക്കാണ്. അദ്ദേഹം മത്സരിച്ചാലും നഷ്ടം, മത്സരിച്ചില്ലെങ്കിലും നഷ്ടം. അതാണ് ജോസ് കെ മാണിക്ക് വന്നിരിക്കുന്ന ഒരു ശനിക്കേട്. മത്സരിച്ചില്ലെങ്കിൽ പിന്നെ അണികൾ വിടുകയില്ല. കാരണം എന്താണ്? അണികൾക്ക് മത്സരിക്കുകയും ജയിക്കുകയും MLA ആവുകയൊക്കെ ചെയ്താലാണ് അണികൾക്ക് പൈസ കിട്ടുന്നതും അണികൾക്ക് അതിൻ്റെ കൂടെയൊക്കെ നിൽക്കാൻ പറ്റുന്നത്. കുട്ടി നേതാക്കളെല്ലാം കൂടെ നിൽക്കാൻ പറ്റുന്നത് വലിയ നേതാവിന് അധികാരമുണ്ടെങ്കിൽ മാത്രമാണ് കുട്ടി നേതാക്കൾക്കെല്ലാം കൂടെ നിൽക്കാൻ പറ്റുന്നത്. പക്ഷേ വലിയ നേതാവിന് അധികാരമില്ലാതെ വരുമ്പോൾ അത് വലിയ വളരെ പ്രശ്നമാണ്. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? മത്സരിച്ചാലോ മാണി സി കാപ്പൻ കൊണ്ടുപോകും പാല. കാരണം അത്രയ്ക്ക് അപ്പർ ഹാൻഡിൽ, വലിയ ഹൈബ്രിഡായിട്ടാണ് അവിടെ മാണി സി കാപ്പൻ നിൽക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത കടുത്തുരുത്തി പോയി നിൽക്കാമെന്ന് പറഞ്ഞാൽ അവിടെ മോൻസി ജോസഫ് വളരെ ശക്തനാണ്. അപ്പോൾ എവിടെ നിൽക്കും ജോസ് കെ മാണി? ജോസ് കെ മാണിക്ക് സീറ്റില്ല. ഇനി പാലായിൽ നിന്ന് ഒളിച്ചോടിയാൽ അതിൻ്റെ അപവാദം വേറെ വലുതായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ് ജോസ് കെ മാണിക്ക് ചെയ്യണമെന്നുള്ള ഒന്നും തിരിയാത്ത രീതിയിലാണ് നിൽക്കുന്നത്. ഈ തിരിയായ്മയിൽ നിന്നാണ് റോഷി വളരെ ശക്തനാകുന്നത്. കേരള കോൺഗ്രസിൽ റോഷിയെ മന്ത്രിയാക്കിയത് ഒരബദ്ധമായിപ്പോയോ? ജയരാജനെ പോലെയുള്ള വളരെ സീനിയറായിട്ടുള്ള, അല്ലെങ്കിൽ പ്രമോദ് നാരായണനെ പോലെയുള്ള, അല്ലെങ്കിൽ നോബൽ മാത്യുവിനെ പോലെയുള്ള, ശരിക്കും ജയരാജനെ ആക്കിയാൽ മതിയായിരുന്നു ചീഫ് വിപ്പായിട്ട്. റോഷിയെയും ജയരാജനെ മന്ത്രിയുമാക്കിയാൽ മതിയായിരുന്നു എന്ന് ഇപ്പോൾ ജോസ് കെ മാണി ഉറങ്ങുമ്പോഴെങ്കിലും വിചാരിക്കുന്നുണ്ടാവും.